എല്ലാവരും വിജയത്തെക്കുറിച്ചാണ് സംസാരിക്കാറുള്ളത്. പക്ഷേ വിജയത്തിൻ്റെ ഇൻവോയ്സ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇന്നലെ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. രാജ്യത്തെ ഏറ്റവും പ്രശസ്തമായ മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളിലൊന്നായ IIM അഹമ്മദാബാദിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കുവച്ചു. പോസ്റ്റിൻ്റെ തലക്കെട്ടിതായിരുന്നു: "ദി ഹിഡൻ കോസ്റ്റ് ഓഫ് മൈ ഫസ്റ്റ് ഇയർ അറ്റ് IIM അഹമ്മദാബാദ്." അവൻ ഫീസിനെ കുറിച്ചല്ല പറഞ്ഞത്, പരീക്ഷയുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചുമല്ല. പകരം വിജയത്തിലേക്കുള്ള യാത്രയിൽ തനിക്ക് നഷ്ടമായ 5 ഇഷ്ടങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അതിലൊന്നാമത്തേത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ശരിയല്ലേ? അവൻ്റെ സിലബസ് മുതൽ ഭക്ഷണം വരെ ഇനി അവനല്ല തീരുമാനിക്കുന്നത്. രണ്ടാമത് അവൻ ഉപേക്ഷിക്കേണ്ടി വന്നത് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാത്ത മനസ്സാണ്. മത്സരങ്ങളുടെ ലോകത്തെ നയിക്കുന്നത് തന്നെ താരതമ്യമാണല്ലോ. പരാജയത്തെ ഭയക്കാത്ത ആത്മവിശ്വാസമാണ് അവന് നഷ്ടമായ മൂന്നാമത്തെ ഇഷ്ടം. നാലാമത് വീട്ടുകാരോടൊപ്പം ചെലവഴിച്ചിരുന്ന സമയവും. അഞ്ചാമത് ഉറക്കവും മനഃശാന്തി. നോക്കൂ, വിജയം കിട്ടി, പക്ഷേ അതിന് ഒരു വിലയുണ്ടായിരുന്നു. നമ്മൾ ഒരു മനുഷ്യൻ്റെ വിജയം മാത്രമാണ് കാണുന്നത്. അതിനുവേണ്ടി നൽകിയ വില ഒരിക്കലും കാണില്ല. ഒരു IAS ഓഫീസറെ കാണും, പക്ഷേ അയാൾ ഉറങ്ങാതെ പഠിച്ച ആയിരക്കണക്കിന് രാത്രികൾ നമ്മൾ കാണാറില്ല. ഒരു വലിയ വ്യവസായിയെ കാണും, അയാൾ ഉപേക്ഷിച്ച അവധി ദിവസങ്ങളും കുടുംബസമയവും കാണില്ല. ഒരു കലാകാരൻ്റെ കയ്യടി കേൾക്കും, എത്രയോ നാളുകൾ അയാൾ ഒറ്റയ്ക്ക് സഹിച്ച നിരാശകൾ കേൾക്കാതെ പോകും. ഒരു സ്വർണ്ണ മെഡൽ നമ്മൾ കാണും, അതിനു പിന്നിലെ അനവധി പരാജയങ്ങൾ നമ്മൾ കാണാതെ പോകും. വിജയത്തിൻ്റെ പ്രതീകമായി നാം എപ്പോഴും പറയാറുള്ള ഒരു പേരുണ്ട്, ശ്രീ വർഗീസ് കുര്യൻ. എന്നാൽ അദ്ദേഹത്തിന് വിജയത്തിന് പിന്നിൽ എണ്ണമറ്റ പ്രതിസന്ധികളും എതിർപ്പുകളും പരാജയങ്ങളും ഉറച്ച നിലപാടുകളുമൊക്കെ ഉണ്ടായിരുന്നു. അമൂൽ എന്ന ബ്രാൻഡ് ഇന്ന് ലോകത്തിൻ്റെ ഏറ്റവും വലിയ സഹകരണ ബ്രാൻഡുകൾ ഒന്നായി വളർന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. അതിന് വർഗീസ് കുര്യൻ നേരിട്ട പ്രതിസന്ധികൾ അനവധിയായിരുന്നു. അദ്ദേഹം ഒരു ഡയറി എഞ്ചിനീയറാകാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയായിരുന്നില്ല. സർക്കാർ ബോണ്ടിൻ്റെ ഭാഗമായി നിർബന്ധിതമായി നിയമിതനായതാണ് അവിടെ. ജോലി ഇഷ്ടമല്ലാതിരുന്നിട്ടും കഴിയുന്നതും വേഗം അവിടെ നിന്ന് പോകുന്നതായിരുന്നു ആദ്യം അദ്ദേഹം ആലോചനയിലുണ്ടായിരുന്നത്. എന്നാൽ കർഷകർക്ക് വളരെ കുറഞ്ഞ വില മാത്രം നൽകി ലാഭം കൊയ്യുന്ന സ്വകാര്യ സ്ഥാപനങ്ങളുടെ കൊള്ള കണ്ടപ്പോൾ അദ്ദേഹം ആനന്ദിൽ ഉറച്ചു നിൽക്കുവാൻ തീരുമാനിച്ചു. സഹകരണ സംഘം വിജയിച്ചാൽ സ്വന്തം ലാഭം നഷ്ടപ്പെടുമെന്ന് കണ്ട ചില ശക്തികൾ അതിനെ ശക്തമായി എതിർത്തു. രാഷ്ട്രീയവും ഉദ്യോഗസ്ഥ തടസ്സങ്ങളും ഒക്കെ ഉണ്ടായി. ഒരു ഘട്ടത്തിൽ ജീവന് തന്നെ ഭീഷണി നേരിട്ടു. സ്വകാര്യ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും ഇഷ്ടങ്ങളും വർഷങ്ങളോളം പൂർണ്ണമായി ത്യജിച്ചുകൊണ്ട് കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു. ഫലം, ഇന്ത്യൻ ധവള വിപ്ലവത്തിൻ്റെ പിതാവായി അദ്ദേഹം മാറി. വിജയമെന്നത് പ്രതിബന്ധങ്ങളില്ലാത്ത യാത്രയല്ല, പ്രതിബന്ധങ്ങളെ ലക്ഷ്യത്തിൻ്റെ ഇന്ധനമാക്കിയ യാത്രയാണ്. മറ്റുള്ളവരുടെ കൊടുമുടികൾ കണ്ടാണ് നാം അസൂയപ്പെടാറുള്ളത്. അവർ കയറിയ മല കാണാൻ നമ്മൾ ശ്രമിക്കാറില്ല. അതുകൊണ്ട് ഒരാളുടെ വിജയത്തിൽ അസൂയപ്പെടുന്നതിന് മുമ്പ് ആ വിജയത്തിൻ്റെ വില കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് സ്വയം ചോദിക്കണം. കാരണം വിജയം സൗജന്യമായി ലഭിക്കുന്ന സമ്മാനമല്ല, മുൻകൂർ വിലയടച്ചവർക്കു മാത്രം ലഭിക്കുന്ന പ്രതിഫലമാണ്. OS ടോക്സിൽ വീണ്ടും കാണാം.